നമസ്കാരം. ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്കിടയ്ക്ക് തന്നെ പലർക്കും അറിയാവുന്ന, പലരും കൈകടത്താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ബിലീവേഴ്സാണ്, ബിലീവ് ചെയ്യുന്ന ആളുകളാണ് ദൈവത്തിലും മറ്റു പല കാര്യങ്ങളിലും. പിന്നെ പലരും ലക്കിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പലരും ജാതകം, നാള്, ജനനസമയം, നക്ഷത്രം, കുടുംബ പശ്ചാത്തലം, ഇങ്ങനെ പല കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ്. ശരിയല്ലേ? അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഞാനും കുറച്ചൊക്കെ ലക്കിലും മണ്ണങ്കടലിലും വിശ്വസിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ നടക്കണമെന്നില്ല. ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടില്, കേരളത്തില് ലോട്ടറി എന്ന് പറഞ്ഞ സ്കാം എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പലരും വർഷങ്ങളായിട്ട് എടുത്തിട്ടും കിട്ടാത്ത ആളുകൾ, എന്റെ അച്ഛനൊക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇതുവരെ ലോട്ടറി അടിച്ചിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ 70 വയസ്സാവാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലക്കിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്റെ ഏജ് 38 to 40 ആണ്. അപ്പം എന്റെ ഏജ് വരെയുള്ള ആളുകളോട് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. 60 to 70 ഇയേഴ്സ് ആയ ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങളൊരു വീഡിയോ കാണുന്ന നിങ്ങളൊരു 60-നും 40-നും 40 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ലക്ക് അല്ലെങ്കിൽ വിശ്വാസം, മതം, ദൈവം എന്നൊക്കെ എന്റെയൊക്കെ പുറകെ പോവാതെ, ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനില്ലെന്ന് പറയാനുള്ള ആൾ ഞാനല്ല. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മളിൽ ഫോക്കസ് ചെയ്യുക. ഈ വർക്ക് ഓൺ യുവർ സെൽഫ് എന്ന് നമ്മൾ പലയിടത്തും കാണുന്നുണ്ടെങ്കിലും, പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും, ആരൊക്കെ ഇതിനെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ലൈഫിൽ വിജയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് പൈസയാണെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ കാണുക. അത് ഷോർട്ട് കട്ട് അല്ല. ഇതിപ്പോ കള്ളക്കടത്തോ കഞ്ചാവോ അല്ലെങ്കിൽ പിടിച്ചു പറയല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പുതിയ സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് കിട്ടാവുന്ന വരുമാനം മാക്സിമം അത്രേ ഉള്ളൂ. അതിൽ നിന്നും കൂടുതലായിട്ട് ഒരു 1000 രൂപ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ, നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും സ്കില്ല് ഉണ്ടെങ്കിലോ മാത്രമാണ് നമുക്കൊരു എക്സ്ട്രാ ഇൻകം നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് ഒത്തിരി ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. എങ്കിലും നമുക്ക് ആവുന്ന ഒരു കാര്യം, നമുക്ക് പറ്റുന്നൊരു കാര്യം ശ്രമിച്ചു നോക്കുക. അതിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല വഴികളുണ്ട്. അപ്പൊ അത് കണ്ടെത്തുക, നമ്മുടെ സറൗണ്ടിങ് തന്നെ നോക്കുക, എന്നിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ആണെങ്കിൽ നിങ്ങൾ ഒരു ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഓടുക, ചാടുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബ്യൂട്ടി കോൺഷ്യസ് ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് മുടിയാണ് വേണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക. ഇതൊന്നും ലക്കൊന്നും അല്ല, നമ്മൾ ശ്രമിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വയം പരിശ്രമിക്കാതെ എവിടെ നിന്നോ എന്തോ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചിട്ട് അവസാനം എന്റെ ജീവിതം പോയി, എന്റെ സമയം കഴിഞ്ഞു പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ലൈഫ് എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ണടച്ച് തീരുമ്പോഴത്തേക്കും തീരും. ഇപ്പൊ തന്നെ ഈ വർഷം തന്നെ ഇതിപ്പം 5th month ആണ്. എത്ര പെട്ടെന്ന് 5 മാസം കഴിഞ്ഞു പോയത്. ഇനി ഓൺലി 7 months റിമെയിൻ ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ആക്ട് ചെയ്യുക, സിറ്റുവേഷൻ മനസ്സിലാക്കുക. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് വേണ്ടി സേവ് ചെയ്യാൻ എന്തെങ്കിലും ശ്രമിക്കുക. അല്ലാതെ എനിക്കറിയാം ഒത്തിരി ആളുകളുണ്ട് ഈ ലോട്ടറിയുടെ പുറകിലൊക്കെ പോയി ഡെയിലി 1000, 10,000, ലക്ഷക്കണക്കിന് രൂപയ്ക്കൊക്കെ, എസ്പെഷ്യലി ഈ ബമ്പറൊക്കെ ലക്ഷക്കണക്കിന് രൂപ എടുത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ പ്രോബബിലിറ്റി മനസ്സിലാക്കുക. കേരളത്തിലെ പോപ്പുലേഷൻ 3 to 4 കോടി ആളുകളാണെന്നാണ് കണക്ക്. ഈ 4 കോടി ആളുകൾ ടിക്കറ്റ് എടുത്തോന്ന് വിചാരിക്കുക. ഇതുകൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പലരും ടിക്കറ്റ് എടുക്കുന്നുണ്ടാവും. ഇതിൽ ഒരാൾക്കാണ് ഈ 12 crore കിട്ടുക. ബാക്കിയുള്ളവന്മാരൊക്കെ ഉണ്ടാക്കന്മാരായില്ലേ? അതാ ഞാൻ പറയുന്നത്. സോ നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്ത് ആളുകൾക്ക് ഡിമാൻഡുള്ള സ്കില്ല് ഏതാണോ, ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല, ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ തന്നെ, ഇപ്പൊ ഒരു ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിൽ തന്നെ അതിനകത്ത് എവിടെയാണോ ഒരു പോസിബിലിറ്റി ഉള്ളത് അത് കണ്ടെത്തുക, അതിൽ വർക്ക് ചെയ്യുക. മണി എന്ന് പറഞ്ഞത് നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ നമ്മുടെ പുറകെ വരുള്ളൂ. ചുമ്മാ ഇരുന്നൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ ദയവ് ചെയ്ത് ആളുകൾ, നിങ്ങൾ കാണുന്ന ആളുകൾ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഇതുപോലുള്ള സ്കാമിന്റെ പുറകെ പോവാതെ, നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, എന്നാലും എനിക്കറിയാം. പക്ഷെ കുറെ സെയിം മെന്റാലിറ്റിയുള്ള കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ചുകൂടെ ബി പ്രാക്ടിക്കൽ, കുറച്ചുകൂടെ നമ്മുടെ നോളജ് ഓറിയന്റുള്ള കാര്യങ്ങളിലേക്കിട്ട് പോവുക. അല്ലാതെ ഇലക്ക് മണ്ണാങ്കട്ട് ചിലപ്പോൾ അടിച്ചേക്കാം. നിങ്ങൾക്ക് നാളെ അടിക്കില്ലെന്നും ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ എനിക്ക് അടിച്ചേക്കാം, അടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. പക്ഷെ എപ്പോഴും ബി യുവർ സെൽഫ്. നമ്മൾ വിശ്വസിക്കുക. ട്രൈ ടു ഇംപ്രൂവ് അവർ സെൽഫ് ഡേ ബൈ ഡേ. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു, മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ
ഇത് മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. ഇപ്പം ഞാൻ തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഇന്ന് പൈസ കുറവായിട്ട് പോലും 300 രൂപയുടെ ടിക്കറ്റ് എടുത്തു. പക്ഷെ എനിക്കൊരു മണ്ണാങ്കട്ട അടിച്ചില്ല. എൻ്റെ 300 രൂപ വേസ്റ്റ് ആയി. ആ 300 ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പുട്ടടിക്കുകയായിരുന്നു. പറയുകയാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ലൈഫിൽ മുന്നോട്ട് പോവുക. ലക്ക് എൻ്റെ സമയം മോശം, ജാതകം മണ്ണാങ്കട്ട, നാള് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ കഴിവിലും നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുള്ള എല്ലാവർക്കും ലൈഫിൽ സക്സസ് ഉണ്ട്. സോ ഒരു ചേഞ്ചിന് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.